ഈ ഫ്രീ വിസക്കാരാണ് കൂടുതൽ അപകടത്തിൽപ്പെടുന്നതെന്നുള്ള രീതിയിൽ. പക്ഷേ ആ ഫ്രീ വിസ എന്നുള്ളൊരു വേർഡ് തന്നെ അതൊരു എക്സിസ്റ്റ് ചെയ്യാത്ത കാര്യമില്ല. കാരണം പാസ്സാക്കപ്പെടുന്ന ഓരോ വിസയും അത് തൊഴിൽ വിസയായിട്ടാണ് പോകുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് അത് ഫ്രീ വിസ എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ സൗദിയിലോട് ചെന്ന് ഫ്രീ വിസ എന്ന് പറഞ്ഞാൽ സൗദി ഗവൺമെൻറ് അങ്ങനെ ഒരു സാധനം ഇല്ല. ഫ്രീ വിസ എന്ന് പറയുമ്പോഴത്തേക്ക് ഫ്രീ വിസ ഇല്ല. ഇദ്ദേഹം ഒരു കമ്പനി നടത്തുന്നു. ഇദ്ദേഹത്തിൻ്റെ വിസയിൽ ഞാൻ അവിടെ ജോലി ചെയ്യാൻ പോയിട്ട് ഇദ്ദേഹം പറഞ്ഞു എനിക്ക് ജോലിയൊന്നുമില്ല, നിങ്ങളുടെ ഒരാൾ പറഞ്ഞിട്ട് ഞാൻ വിസ തന്നാൽ നിങ്ങൾ എവിടെ വേണമെങ്കിൽ പോയി ജോലി ചെയ്തു. അപ്പോൾ ഞാൻ മറ്റേ പുള്ളി പറഞ്ഞ പോലെ രാവിലെ എവിടെയെങ്കിലും പോയി വെയിറ്റ് ചെയ്യുന്നു, എനിക്ക് കിട്ടുന്ന ജോലിക്ക് പോകും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കടയിൽ ഞാൻ നിൽക്കുന്നു. അതാണ് നമ്മൾ ഫ്രീ വിസ എന്നിവിടെ പറയുന്നത്. ഇതിലൊരു കാര്യം കൂടെ നമ്മളിപ്പോൾ വലിയൊരു ഈ മീഡിയയിൽ ഇത്രയും വന്ന് ഭയങ്കര റെയ്ഡ്സ് നടക്കും, ശരിക്കും പറ്റുന്നത് ഞാൻ സൗദിയിലുള്ള കഴിഞ്ഞ കുറേ ദിവസമായിട്ട് സൗദിയിലുള്ള പലരുമായിട്ട് പല ലെവലിലുള്ള ആൾക്കാരുമായിട്ട് ഡെയിലി 3-4 കോള് വരും, പലരുമായിട്ട് സംസാരിക്കും, ഞാൻ അങ്ങോട്ട് വിളിക്കാറുണ്ട്. ഒരു വലിയൊരു വരുന്നത് ഈ പോലീസുകാരനെ കാണുമ്പോൾ ഒരു ഫ്രീ വിസയുള്ള ആളങ്ങ് ഭയക്കുകയാണ്. കാരണം ഇവിടെ നിന്ന് എല്ലാം ഇഷ്യൂ എന്നങ്ങ് പറയുകയാണ്. അവരൊക്കെ നമ്മുടെ TV ചാനലുകളും പത്രങ്ങളും വായിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇപ്പോൾ പറഞ്ഞ ഈ സുഹൃത്ത് 10,000 പേരെ അവിടെ ഒരു ഇതിലുണ്ട്. എനിക്കറിയില്ല അതിൻ്റെ പ്രൂഫ് ഉണ്ടോ ഇല്ല എന്നുള്ളത്. പക്ഷേ ഇത് ഈ വ്യക്തിയെ കാണുമ്പോൾ, ഈ പോലീസുകാരനെ കാണുമ്പോൾ ഇയാൾ ഭയക്കുന്നു, ഓടുന്നു. ഇപ്പോൾ ഈ റൂമിൽ ഒരു പോലീസുകാരൻ ഇപ്പോൾ കയറി വന്നിട്ട് ഞാൻ ഇറങ്ങി ഓടുകയാണെങ്കിൽ പോലീസുകാരൻ ബാക്കി എല്ലാവരും വിട്ടിട്ട് എൻ്റെ പുറകെ വരും. കാരണം ഞാൻ എന്തോ ഒരു കുറ്റം ചെയ്തു. എന്നെ ഈ പോലീസുകാരൻ പിടിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഡോക്യുമെൻ്റ് നോക്കുമ്പോൾ ഒന്നിയിൽ എൻ്റെ ലേബർ കാർഡ് കാണില്ല, അല്ലെങ്കിൽ ഞാൻ ജോലി ചെയ്യേണ്ട സ്ഥലത്തല്ല ജോലി ചെയ്യുന്നത് മനസ്സിലാവും. അപ്പോഴവർ പിടിക്കും. അങ്ങനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരു അവസ്ഥയിലല്ലേ അവിടെ ഉള്ളവർ പലരും? പുറത്തിറങ്ങാത്തവർ പലരും ഉണ്ട്. ഇതുവരെ പണിക്ക് പോകാത്ത ഈ നിയമം വന്നതിന് ശേഷം പലരും പുറത്തിറങ്ങിയിട്ടില്ല ഇതുവരെ. ഇവിടെ നിന്ന് ഹജ്ജ് വിസ എടുത്ത് അവിടെ വന്ന് ഹജ്ജ് ചെയ്തതിന് ശേഷം ജോലിക്ക് വളരെ 10-15 ജോലി ചെയ്യുന്ന ഒത്തിരി മലയാളികൾ, അതായത് അവരുടെ വീട്ടിലെ ബുദ്ധിമുട്ട് കാരണം ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർക്കാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നം ഇതുകൊണ്ടുണ്ടാകുന്നത്. ഇതൊരു ചെറിയ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾക്ക് മലയാളികൾക്ക് സംഭവിക്കുന്ന അപകടമാണ് നമ്മൾ പറയുമ്പോൾ, പക്ഷേ ഇതൊരു നിയമലംഘനം എന്നുള്ള ഒരു ലേബലിലാണ് സൗദി ഇത് കണക്കുന്നത്. നമുക്ക് ആ രാജ്യത്തിൻ്റെ നടപടിയിൽ നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല. ഹജ്ജ് വിസയിൽ വരുമ്പോഴത്തേക്ക് ഹജ്ജിന് കൊടുക്കുന്ന ചെറിയ എമൗണ്ടാണ്. അന്നത്തെ മുതൽ ഇപ്പം വളരെ കൂടിയിട്ടുണ്ട്. ആ സമയത്ത് ഹജ്ജ് എടുക്കാൻ വേണ്ടിയിട്ട് ഈ കർമ്മം ചെയ്യാൻ ചെറിയ, പക്ഷേ അതിൽ വന്നിട്ട് എനിക്കറിയാമെന്നുള്ള ഒരു 4-5 പേര് വർഷങ്ങളോളം ഒരു 4-5 വർഷം അവിടെ താമസിക്കുകയാണ്. അവർ പറയുന്നത് ഈ നമ്മളെ പൊതുമാപ്പ് കൊടുക്കുമ്പോൾ തിരിച്ച് നാട്ടിലേക്ക് വരാം, കാരണം അവിടെ വരാൻ കാശില്ല, അവരുടെ കുടുംബം നോക്കാൻ വേണ്ടി മാത്രമാണ് അവരോട് നിൽക്കുന്നത്. ആ ഒരു പ്രശ്നം കാരണമാണ് ഈ മലയാളികൾ ഇങ്ങനെ സംഭവിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഒരു പുനരധിവാസ പാക്കേജ് അർഹമായ രീതിയിൽ കിട്ടുന്നുള്ള ഒരു പ്രതീക്ഷയുണ്ടോ? മറ്റ് പ്രവാസി അസോസിയേഷനിലെ ഭാഗത്ത് നിന്ന് എത്രത്തോളം നടപടികളുണ്ടായി? സർക്കാരിനെ സമീപിച്ചു? ഞാൻ സർക്കാരിനെ സമീപിച്ചെന്ന് പറയാൻ നോർക്കയുടെ ഇൻഷുറൻസ് അംഗമാണ്, പിന്നെ പ്രവാസി ക്ഷേമനിധി അംഗമാണ്. ഞാൻ പൈസ അടയ്ക്ക് പ്രവാസി ക്ഷേമനിധിയിൽ ഇതുവരെയുള്ള പൈസ അടയ്ക്കുന്നുണ്ട്. പിന്നെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ള ധാരണത്തിലാണ് ഞാൻ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോഴും ഇപ്പോൾ എക്സിറ്റ് പാസിലാണോ? എക്സിറ്റ് പാസിലാണ്. ഇനി അടുത്ത ഒരു മാസമോ 2 മാസത്തിനുള്ളിൽ നമുക്ക് അടുത്ത നല്ല വിസ, സ്പോൺസർഷിപ്പിൽ ജോലിയുള്ളൊരു വിസ എടുത്ത് നമുക്ക് വീണ്ടും തിരിച്ചു പോകാനുള്ള ഉദ്ദേശമുണ്ട്. പരിശോധനകളെ കുറിച്ചുകൂടി ഇപ്പം നടക്കുന്ന പരിശോധനകൾ പറഞ്ഞല്ലോ, അത് രാത്രികാല സമയങ്ങളിൽ അല്ല, പകല് രാത്രികാലത്ത്. പരിശോധനയുടെ രീതി എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് ജോലി അന്വേഷിച്ച് പുറത്ത് പോയി ജോലി അന്വേഷിച്ച് വല്ല ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ വണ്ടിയിലൊക്കെ ആയിരിക്കും കൊണ്ടുവന്നു. അപ്പോൾ ഈ സമയത്ത് ബിൽഡിംഗ് പണിയുന്ന ഹോസ്പിറ്റലിൽ ഇവരിങ്ങനെ കറങ്ങിയിട്ട് സൈറ്റിൽ വന്ന് പിടിച്ച് വർക്ക് പെർമിറ്റ് നമ്മുടെ രേഖകൾ നോക്കുക. നമ്മുടെ രേഖകളെന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞു പോയിട്ട് ഹൗസ് ഡ്രൈവർ എന്നുണ്ടെങ്കിൽ, അതായത് ഡ്രൈവർ വിസ ആണെങ്കിൽ ഡ്രൈവർ വിസ എടുക്കാൻ പറ്റുന്ന ആൾക്ക് ഈ കൺസ്ട്രക്ഷൻ പണിയോ വേറൊരു പണി എടുക്കാനൊക്കെ അദ്ദേഹത്തിൻ്റെ പണി എന്ന് പറയുന്നത് ഡ്രൈവർ മാത്രം. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഈ നിയമത്തിൽ പിടിക്കപ്പെട്ടവർ. ഞാൻ ഹൗസ് ഡ്രൈവർ വിസ, ഞാൻ എൻ്റെ പണി തന്നെ ഡ്രൈവിംഗ് പണി സ്കൂളിൽ കൊണ്ടുവിടുകയും ബാക്കിയുള്ള ടൈം വന്ന് ഫോൺസയുടെ കടയിൽ നിൽക്കുകയും. നമുക്ക് എങ്ങനെ അതിജീവിക്കാൻ കഴിയും? നിതാക്കത്ത് വിദേശികളെ പുറത്താക്കുന്നതിന് വേണ്ടിയുള്ള നിയമമല്ല, മറിച്ച് സ്വദേശികൾക്ക് ജോലി കൊടുക്കുന്ന നിയമമാണ്. അപ്പം ഈ 9(1) എന്നുള്ളൊരു അനുവാദം പറഞ്ഞു, അത് വിദേശികളെ ഒഴിവാക്കാതെ തന്നെ വേണമെങ്കിൽ സൗദികൾക്ക് ആ ഒരു നോംസ് പാലിക്കാൻ പറ്റും. ഒരു നല്ല കമ്പനിയാണെങ്കിൽ ഒരു 10 സ്വദേശികളുടെ കുറവാണ് അവർക്കുള്ളതെങ്കിൽ അവർ പുതുതായി അപ്പോയിൻ്റ് ചെയ്യും, ആരെയും ഒഴിവാക്കാതെ തന്നെ. മറ്റൊരു കാര്യം എന്താ വെച്ചാൽ സൗദി നാഷണൽസ് പുറത്താക്കുന്ന അവസാനത്തെ ജോലിക്കാരനായിരിക്കും മലയാളി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം മലയാളിയും സൗദിയും നാഷണൽസും തമ്മിലുള്ള ബന്ധം വളരെ വളരെ ദൃഢമായിട്ടുള്ളൊരു ബന്ധമുണ്ട് അവിടെ.
വളരെ സൗഹാർദ്ദപരമായിട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ മാത്രമല്ല മലയാളി അവരുടെ ജോലിയിൽ കാണിക്കുന്ന ആത്മാർത്ഥത ഇത് എല്ലാ കാലത്തും ഗൾഫ് നാടുകൾ അംഗീകരിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റ് ഗത്യന്തരം ഇല്ലെങ്കിൽ മാത്രമായിരിക്കും ഒരു മലയാളിയെ പുറത്താക്കുന്നത്. അല്ലെങ്കിൽ നിയമപരമായിട്ട് അയാൾക്ക് അവിടെ നിൽക്കാനുള്ള ഇത് യോഗ്യത ഇല്ലാതെ വരിക, ഈ പറയുന്ന പോലെ ഇക്കാമയുടെ അല്ലെങ്കിൽ വിസയുടെ സ്വഭാവം കാരണം. അപ്പോൾ നിത്താക്കാത്തിനെ മാറ്റിമറിക്കാൻ നമുക്ക് കഴിയില്ല. നമ്മളതൊരു അത് പ്രാക്ടിക്കലി നടക്കുന്ന കാര്യമല്ല. നമുക്ക് ചെയ്യാവുന്നത് പരമാവധി നിയമത്തിൻ്റെ കൂടെ നിൽക്കുക, പരമാവധി നിയമലംഘകരായി നിൽക്കാതെ നിയമത്തോടൊപ്പം നിൽക്കുക. ഇപ്പം തന്നെ എനിക്ക് തോന്നുന്നത് സ്പോൺസറുടെ കീഴിൽ സ്പോൺസറുടെ അവിടുന്ന് ഓടിപ്പോയിട്ടുള്ള ആൾക്കാർക്ക് സ്പോൺസറെ വിളിച്ച് തിരിച്ചു ചെല്ലാനുള്ള അവസരങ്ങളുണ്ടാവാം. പക്ഷേ മറ്റൊരു സംഭവം വെച്ചാൽ സൗദി അറേബ്യ എന്ന് പറയുന്നത് ഒരു വലിയ രാജ്യമാണ്. ഇന്ത്യയൊക്കെ പോലെ ഉള്ള രാജ്യമാണ്. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ 3000-4000 കിലോമീറ്റർ യാത്ര ചെയ്യണം. സ്പോൺസർ ചിലപ്പോൾ ഉള്ളത് ഈ 3000 കിലോമീറ്റർ അപ്പുറത്തായിരിക്കാം. ഈ ഹുറൂബ് ഇഷ്യൂ വരുന്നത് തന്നെ ഈ ജോലിക്കാരൻ അവിടെ ചെന്ന് ആദ്യം ഇക്കാമ വാങ്ങിച്ച് അവിടുന്ന് 2000-3000 കിലോമീറ്റർ ദൂരെ പോകുന്നു. പിന്നെ ആ സ്പോൺസറെ അയാൾ ബന്ധപ്പെടുന്നില്ല, ഫോണിൽ പോലും ബന്ധപ്പെടുന്നില്ല. 1 വർഷം കഴിഞ്ഞ് ഇക്കാമ പുതുക്കുമ്പോൾ മാത്രമാണ് ചെല്ലുന്നത്. അപ്പോൾ സ്പോൺസർ വിചാരിക്കും ഇയാൾ പോയി കാണും എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഹുറൂബ് വരുന്നത്. അപ്പോൾ ഈ ഇഷ്യൂവിൽ നമ്മൾ നിയമം പാലിക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ അടിസ്ഥാനപരമായിട്ട് സംഭവം. സാലറി കൊടുക്കാതെ പാസ്പോർട്ട് വാങ്ങിച്ച് അവരെ കയ്യിൽ വെച്ചിട്ട് സാലറി കൊടുക്കാതെ അവരെ ഇട്ട് കഷ്ടപ്പെടുത്തി പണിയെടുപ്പിച്ചിട്ട് സാലറിക്ക് ചെല്ലുമ്പം 1-2 മാസത്തെ സാലറി കൊടുത്തിട്ട് അവരുടെ കുടുംബം പോറ്റാൻ നിവർത്തിയില്ല എന്നും വീട്ടിലെ വേദനകളും എല്ലാം ഹബീലിനോട് പറഞ്ഞാൽ തന്നെയും അവരത് ഉൾക്കൊള്ളാതെ സാലറി കൊടുക്കാതെ ഇട്ട് കഷ്ടപ്പെടുത്തിയിട്ട് ചൂടൊന്നില്ലാതെ അവരുടെ ഇപ്പം സാറ് നേരത്തെ പറഞ്ഞു ആത്മാർത്ഥമായാണ് ജോലി. മലയാളി ആത്മാർത്ഥമായി തന്നെയാണ് സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്നത്. ഞാൻ 4 വർഷം അവിടെ ജോലി ചെയ്തതാണ്. ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് ഞാൻ ജോലി ചെയ്തത്. മലയാളി പണിയെടുക്കുന്നത് എനിക്ക് നന്നായി കാണാം. പക്ഷേ ഒരു മലയാളി വെളിയിൽ കിടന്ന് കഷ്ടപ്പെടുന്നത്, ഇപ്പം പുള്ളിയുടെ ഹബീൽ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ കണ്ടതാണ് എൻ്റെ മുമ്പായിട്ട് അടിക്കുന്നത്. കാരണം പാസ്പോർട്ട് ചോദിച്ചു, ഇക്കാമ തീർന്നു. ഇത് ആരാണ് കൊണ്ടുപോയി ആ ചുമതലയായ ഹബീലാണ് ഇത് ചെയ്യേണ്ടത്. സാറിപ്പോൾ പറഞ്ഞു ഏറെ ദൂരെയാണെന്ന് പറഞ്ഞു. അതെന്താണ് ഏറെ ദൂരെ? അവരുടെ ആവശ്യങ്ങൾക്ക് പോകുകയാണ്. അത് മലയാളിയുടെ ഒരു കുറ്റമല്ല. പിന്നെ അതുപോലെ തന്നെ സ്ത്രീകളെ കൊണ്ടുപോയിട്ട് കഷ്ടപ്പാടിട്ട് അതിനകത്തിട്ട് പണി ചെയ്യിച്ചിട്ട് അറബറിയാതെ എന്തെങ്കിലും അസുഖമായി ഈ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നാൽ നമ്മൾ ചോദിക്കും ഏത് രാജ്യക്കാരിയാണ്, മലയാളിയാണ് അല്ലെങ്കിൽ തമിഴായിരിക്കും. നമ്മൾ ചോദിക്കും എന്താണ് അവിടുത്തെ പീഡനം. അപ്പോൾ ആ പീഡനങ്ങൾ മൊത്തവും നമ്മളോട് പറഞ്ഞു കേൾപ്പിക്കും. നമ്മൾ തിരിച്ച് വിളിച്ചിട്ട് നമ്മുടെ മുതിർനെ കണ്ടിട്ട് കാര്യം സംസാരിക്കും. ഉള്ളി ഒരു മലയാളിയാണ് ഹെൽപ്പ് ചെയ്യണമെന്ന് തോന്നി അനേകം സ്ത്രീകളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അവരുടെ രോഗം എന്താണെന്ന് മൂർച്ഛിച്ചതിന് ശേഷം ഒരു PHSയിലേക്കോ ഹോസ്പിറ്റലിലേക്കോ കൊണ്ടുവരും. പക്ഷേ അവരുടെ ഏതൊരു വിവരങ്ങളും പുറത്തു കൊടുക്കുന്നില്ല. ഈ കാലഘട്ടത്തിൽ 3 മാസത്തേക്ക് മുമ്പേ ഒരു മലയാളി പോയിട്ട് ഈ സമയം വരെയും ഒരറിവില്ലാതെ എൻ്റെ കയ്യിൽ വന്നെത്തിയിട്ടുണ്ട്. ഞാനത് എംബസി മുഖേന കൊടുത്തു, ഗവൺമെൻറ്റിന് കൊടുത്തിട്ടൊന്നും ആരും എന്താണെന്ന് ആയിട്ടില്ല. അത് എന്താണെന്ന് അറിയാൻ വീട്ടു ജോലിക്ക് പോയതാണ്. അവരുടെ കൈവച്ച ഈ സ്ത്രീ ഉണ്ട്. ഈ നമ്മുടെ അസോസിയേഷൻ്റെ എല്ലാ ഭാരവാഹിത്വം വഹിച്ച് നല്ലൊരു ഈ പാവങ്ങളുടെ എല്ലാ വേദികളിലും ഇറങ്ങി വന്ന പ്രസിഡന്റിനെ ഞാൻ ഈ കാര്യം അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ 1-2 പേര് ഇവിടെ രക്ഷപ്പെട്ട് ഞങ്ങളുടെ പ്രവാസി മലയാളി ഓഫീസിനകത്ത് വന്നു നന്ദി പറഞ്ഞിട്ടുമുണ്ട്. ഞങ്ങളുടെ സംഘടനയ്ക്കകത്തുനിന്ന് ഒരുപാട് മലയാളികളെ ഞാൻ തിരിച്ചു വരാൻ കാരണം എനിക്ക് സാലറിയുടെ കാര്യത്തിലാണ്. സാലറി കറക്റ്റ് സെറീക്ക തന്നില്ല. ഞാൻ അങ്ങോട്ട് അറബ് നന്നായിട്ട് പഠിച്ചതുകൊണ്ട് ഞാൻ അങ്ങോട്ട് അറബ് പറയാൻ തുടങ്ങി. എന്നിട്ട് ഞാൻ തന്നെ പറഞ്ഞു എൻ്റെ വീട്ടിൽ ഫാമിലിയിൽ ഇച്ചിരി പ്രശ്നങ്ങളുണ്ട് എനിക്ക്. എന്നിട്ട് അവിടെ 3 മാസം സാലറി പിടിച്ചു. എന്നിട്ട് എൻ്റെ മെനോവ് പയ്യ കാശുകളെല്ലാം തന്നായിരുന്നു. ഒരിക്കലും സൗദിയെ ഞാൻ കുറ്റം പറയുന്നില്ല. ആത്മാർത്ഥമായി മലയാളികൾ പണിയെടുക്കണുണ്ട്. പക്ഷേ മലയാളിയെ അവിടെ കൊണ്ടിട്ട് കഷ്ടപ്പെടുത്തിയിട്ട് 10 മാസം എൻ്റെ മകനും ഇരുന്നതാണ്. എൻ്റെ മകൻ ഒരിക്കൽ അകപ്പെട്ടു പോയിട്ട് നമ്മളെ പ്രസിഡൻ്റാണ് ഇവിടെ എത്തിച്ചത്. എന്തുകൊണ്ടാണ് അത്? ഡ്രൈവറായിട്ടാണ് പോയത്. സ്കൂൾ ബസ് ഓടിക്കാൻ പോയിട്ട് ഹൗസ് മെയ്ഡായിട്ട് ഹൗസ് ഡ്രൈവറായിട്ട് കൊടുക്കാൻ വേണ്ടി എന്നെ വിളിച്ചു. അത് വിളിച്ച സമയത്ത് എനിക്ക് അറബ് അറിയാമെന്നുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു നിൻ്റെ ഹബീലിൻ്റെ കൈക്ക് കൊടുക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ അറബ് നന്നായിട്ട് സംസാരിച്ചു. എൻ്റെ മകനാണ്, എൻ്റെ മകന് വിവാഹം കഴിഞ്ഞിട്ടില്ല. അവനെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു വിവാഹം കഴിഞ്ഞിട്ടുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, അവനെ നാട്ടിൽ വേണം. ഡ്രൈവിങ്ങിന് കൊണ്ടുപോയിട്ട് അവിടുത്തെ ലൈസൻസ് എടുക്കണമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു ഉബവി സിബാല സീം കളയണമെന്നാണ് പറയുന്നത്. അറബ് അറിയാതെ വന്നപ്പോൾ ഞാൻ അറബ് സംസാരിച്ചു. അപ്പോൾ പറഞ്ഞു ഇതാണ് കാരണം, അത് കിഴിപ്പണം കെട്ടി വെക്കണമെങ്കിലേ തരത്തുള്ളെന്ന്. അങ്ങനെ ഞാൻ കൊണ്ടുപോയ ട്രാവൽസുകാരന് ഞാനുമായിട്ട് വഴക്കായി. അത് വഴക്കായ പിറ്റേ ആഴ്ചയിൽ മോന്
രണ്ടാമത്തേതിന് കൊണ്ടുപോയപ്പോൾ അവിടുത്തെ ലൈസൻസ് കൊടുത്തു. ലൈസൻസ് കൊടുത്തപ്പോൾ ഒരു DSPയുടെ വീട്ടിൽ വണ്ടി ഓടാൻ വേണ്ടി ഏൽപ്പിച്ചു. അവിടുത്തെ പീഡനം അനുഭവിച്ചു. ആഹാരവും കൊടുക്കത്തില്ല, സമയത്തിന് ആഹാരം കൊടുക്കില്ല. അങ്ങനെ ആയപ്പോൾ എന്നെ വിവരം അറിയിച്ചു. ഞാൻ വീണ്ടും നമ്മളെ ട്രാവൽസുകാരനെ വിളിച്ചു. സ്കൂൾ ബസ് ഓടിക്കാൻ വേണ്ടി ഹെവി ഡ്രൈവറാണ്, ഇവിടുത്തെ ഹെവി, അവിടുത്തെ ഹെവി, ഇവിടുത്തെ ലൈറ്റ്, അവിടുത്തെ ലൈറ്റ്. അപ്പോൾ ഒള്ളി നല്ല ഡ്രൈവർ വേണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പീഡനം അനുഭവിക്കേണ്ട, കയറ്റി വിട്ടയ്ക്കാൻ പറഞ്ഞു. സൗദി പറഞ്ഞു കയറ്റി വിടാൻ പറ്റത്തില്ല, നിനക്ക് ഞാൻ അവിടുത്തെ ലൈസൻസ് തരാം. ലൈസൻസ് കൊടുത്തു. 30,000 രൂപ, നാട്ടിൽ 30,000 രൂപ സാലറി ഉണ്ടായിരുന്നു. 3-4 മാസം അവിടെ ജോലി ചെയ്ത സമയത്ത് വീണ്ടും ശമ്പളം കൊടുക്കാൻ, കറക്റ്റ് ജോലി ചെയ്യണുണ്ട്, ശമ്പളം കൊടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. മലയാളികൾ അവിടെ പോയി അനുഭവിക്കുന്ന പീഡനം കണ്ടറിഞ്ഞൊരു വ്യക്തിയാണ് ഞാൻ.